നമ്മുടെ സൂര്യൻ ഒരു ദിവസം വൈറ്റ് ഡ്വാർഫ് ആയി മാറും. ഇത് അടുത്ത കാലത്ത് സംഭവിക്കുന്ന കാര്യമല്ല. ഏകദേശം 5 ബില്യൺ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഘട്ടം തുടങ്ങുക. പക്ഷേ ആ മാറ്റം സംഭവിക്കുമ്പോൾ മുഴുവൻ സൗരയൂഥത്തിനും വലിയ മാറ്റങ്ങൾ സംഭവിക്കും. ഇപ്പോൾ സൂര്യൻ ഒരു മെയിൻ സീക്വൻസ് സ്റ്റാർ ആണ്. അതായത് അതിന്റെ കേന്ദ്രത്തിൽ ഹൈഡ്രജൻ ടു ഹീലിയം ആണവ സംയോജനം നടക്കുന്നു. ഈ സംയോജനമാണ് സൂര്യന്റെ ഊർജ്ജ ഉറവിടം. എന്നാൽ ഹൈഡ്രജൻ ക്രമേണ തീരും. അത് തീർന്നാൽ ഗുരുത്വാകർഷണവും ആണവമർദ്ദവും തമ്മിലുള്ള സമതുലിതാവസ്ഥ തകരും. ഹൈഡ്രജൻ തീർന്നാൽ സൂര്യന്റെ കേന്ദ്രം ചുരുങ്ങും. പുറംപാളികൾ വീർക്കും. സൂര്യൻ റെഡ് ജയന്റ് ഘട്ടത്തിലേക്ക് കടക്കും. ഈ ഘട്ടത്തിൽ സൂര്യന്റെ വ്യാസം ഇന്നത്തേതിനേക്കാൾ നൂറുകണക്കിന് മടങ്ങ് വലുതാകും. ഈ സമയത്ത് എന്ത് സംഭവിക്കും? മെർക്യൂറിയും വീനസും ഉറപ്പായും നശിക്കും. ഭൂമിയുടെ വിധി കൂടുതൽ സങ്കീർണമാണ്. ചില കണക്കുകൾ പ്രകാരം ഭൂമിയും അതിശക്തമായ ചൂടിൽ കത്തിപ്പോകുകയോ സൂര്യൻ വിഴുങ്ങുകയോ ചെയ്യും. ഭൂമിയുടെ സമുദ്രങ്ങൾ ഇതിനു മുമ്പേ തന്നെ വറ്റിപ്പോകും. ജീവൻ ഏറെ മുമ്പ് തന്നെ ഇല്ലാതാകും. റെഡ് ജയന്റ് ഘട്ടത്തിൽ സൂര്യൻ തന്റെ പുറംപാളികൾ പുറത്തേക്ക് തള്ളിവിടും. ഇത് പ്ലാനറ്ററി നെബ്യുല ആയി മാറും. കേന്ദ്രത്തിൽ ബാക്കിയാകുന്നത് ചെറിയ, അത്യന്തം സാന്ദ്രമായ ഒരു വൈറ്റ് ഡ്വാർഫ് ആയിരിക്കും. വൈറ്റ് ഡ്വാർഫ് എന്താണ്? ഇത് സൂര്യന്റെ ചുരുങ്ങിയ കേന്ദ്രഭാഗമാണ്. അതിന്റെ വലിപ്പം ഏകദേശം ഭൂമിയോളം മാത്രമായിരിക്കും. എന്നാൽ അതിന്റെ ഭാരം ഇന്നത്തെ സൂര്യന്റെ ഭൂരിഭാഗമായിരിക്കും. അതിന്റെ സാന്ദ്രത അതിശയകരമായിരിക്കും. ഒരു ചെറിയ സ്പൂൺ വലുപ്പത്തിലുള്ള വൈറ്റ് ഡ്വാർഫ് വസ്തുവിന് കോടിക്കണക്കിന് ടൺ ഭാരമുണ്ടായിരിക്കും. റെഡ് ജയന്റ് ഘട്ടത്തിൽ സൂര്യൻ തന്റെ ഭാരം വലിയ അളവിൽ നഷ്ടപ്പെടും. സൂര്യന്റെ ഗുരുത്വാകർഷണം കുറയും. ഗുരുത്വാകർഷണം കുറയുമ്പോൾ ഗ്രഹങ്ങളുടെ ഭ്രമണപഥം പുറത്തേക്ക് നീങ്ങും. അതുകൊണ്ട് മാസ്, ജൂപ്പിറ്റർ, സാറ്റൻ പോലുള്ള ഗ്രഹങ്ങൾ നശിക്കില്ല. അവ കൂടുതൽ ദൂരെയുള്ള ഭ്രമണപഥങ്ങളിലേക്ക് മാറും. ജൂപ്പിറ്ററും സാറ്റനും പ്രധാനമായും നിലനിൽക്കും. എന്നാൽ അവയുടെ അന്തരീക്ഷം വലിയ താപമാറ്റങ്ങൾ അനുഭവിച്ചേക്കാം. പുറം ഗ്രഹങ്ങൾ യുറേനസ്, നെപ്റ്റ്യൂൺ കൂടുതൽ ദൂരത്തേക്ക് നീങ്ങും. ആസ്ട്രോയിഡ് ബെൽറ്റ്, ക്യുആപ്പ ബെൽറ്റ് എന്നിവയും മാറ്റങ്ങൾ അനുഭവിക്കും. ഗുരുത്വാകർഷണ വ്യതിയാനങ്ങൾ കാരണം ചില ഗ്രഹശകലങ്ങൾ അകത്തേക്ക് ചലിക്കാം. ചിലത് പുറത്തേക്ക് തെറിക്കാം. വൈറ്റ് ഡ്വാർഫ് ഘട്ടത്തിൽ സൂര്യൻ ഇനി ആണവ സംയോജനം നടത്തില്ല. അത് വെറും ശേഷിച്ച ചൂട് പുറത്തുവിടും. വളരെ ദീർഘകാലം കൊണ്ട് അത് ക്രമേണ തണുത്ത് ബ്ലാക്ക് ഡ്വാർഫ് ആയി മാറും. എന്നാൽ ഈ ഘട്ടം ബ്രഹ്മാണ്ഡത്തിന്റെ ഇന്നത്തെ പ്രായത്തെക്കാൾ വളരെ ദൈർഘ്യമേറിയതാണ്. അതിനാൽ ഇപ്പോൾ ബ്ലാക്ക് ഡ്വാർഫ് ഒന്നും നിലവിലില്ല. വൈറ്റ് ഡ്വാർഫ് ആയി മാറിയ ശേഷം സൗരയൂഥം ഇരുണ്ടതും തണുത്തതുമായ സംവിധാനമാകും. സൂര്യന്റെ പ്രകാശം വളരെ ക്ഷീണമായിരിക്കും. ഭൂമി നിലനിന്നാലും അത് മരിച്ച തണുത്ത ഒരു പാറയായി മാത്രമുണ്ടായിരിക്കും. വൈറ്റ് ഡ്വാർഫ് വളരെ സാന്ദ്രമായതിനാൽ അതിന്റെ ഗുരുത്വാകർഷണം ഇപ്പോഴും ശക്തമായിരിക്കും. ചില ഗ്രഹശകലങ്ങൾ അതിലേക്ക് വീണു ചൂടുപിടിക്കും. വൈറ്റ് ഡ്വാർഫുകൾ ചുറ്റും ചെറിയ അവശിഷ്ടവലയങ്ങൾ രൂപപ്പെടുന്നതായി നിരീക്ഷണങ്ങൾ കാണിക്കുന്നു. ദൂരഭാവിയിൽ സമീപ നക്ഷത്രങ്ങളുടെ ഗുരുത്വാകർഷണ സ്വാധീനവും ഗാലക്സിയിലെ ചലനങ്ങളും ഗ്രഹങ്ങളുടെ ഭ്രമണപഥം അസ്ഥിരമാക്കാം. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം ചില ഗ്രഹങ്ങൾ സൗരയൂഥത്തിൽ നിന്ന് പുറത്തേക്ക് തെറിക്കാനും സാധ്യതയുണ്ട്. അതിനാൽ സൂര്യൻ വൈറ്റ് ഡ്വാർഫ് ആകുമ്പോൾ സൗരയൂഥം പൂർണ്ണമായി ഇല്ലാതാകില്ല. അത് മാറും. രൂപം മാറും. ചൂടുള്ള, പ്രകാശമുള്ള കേന്ദ്രത്തിനു പകരം ചെറിയ, ചൂട് നഷ്ടപ്പെട്ട ഒരു നക്ഷത്രാവശിഷ്ടം മാത്രമാകും അവിടെ ഉണ്ടാകുക. ഇന്ന് നാം കാണുന്ന ജീവൻ നിറഞ്ഞ ഭൂമിയും പ്രകാശം നിറഞ്ഞ ആകാശവും ഒരിക്കൽ പൂർണ്ണമായും വ്യത്യസ്തമായിരിക്കും. എന്നാൽ ഈ മാറ്റം മനുഷ്യരുടെ സമയപരിധിക്ക് അതീതമാണ്. അത് ബ്രഹ്മാണ്ഡപരമായ ദൈർഘ്യത്തിൽ മാത്രം സംഭവിക്കും. അവസാനമായി സൂര്യൻ വൈറ്റ് ഡ്വാർഫ് ആകുമ്പോൾ സൗരയൂഥം നശിക്കുകയല്ല ചെയ്യുക. അതൊരു പുതിയ നിശബ്ദ ഘട്ടത്തിലേക്ക് കടക്കും. ഒരു പ്രകാശമില്ലാത്ത, തണുത്ത, പക്ഷേ ഇപ്പോഴും ഗുരുത്വാകർഷണത്തോടെ ബന്ധപ്പെട്ടു നിൽക്കുന്ന ഒരു സംവിധാനമായി അത് തുടരുകയും ചെയ്യും.